to Giggly Cow. Hey guys, ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ പേ പാർക്കിംഗ് ആണ്. നിങ്ങൾ എത്തിച്ചേർന്നു. താങ്ക് യു. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 30 രൂപ കേട്ടോ. അപ്പൊ ഞങ്ങള് ടിക്കറ്റ് എടുത്തു. ഇതിന്റെ അകത്ത് കയറാൻ പോവാണ്. ഞാൻ ഒരുപാട് റീലിലൊക്കെ കണ്ട് ഇങ്ങോട്ട് വരാൻ നല്ല ആഗ്രഹിച്ചതാണ്. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ എത്തി ഗൈസ്. ഞങ്ങളിവിടെ എത്തി. ഇന്നിപ്പോൾ ഞങ്ങൾ വെറുതെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊന്ന് പോയാലോ, പുറത്ത് പോയാലോ എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി നിൽക്കണ വെച്ചാൽ കരിയത്തുംപാറയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സോ ഹാപ്പി. നല്ല വെയിലുണ്ട്. കുറച്ച് നേരം തണലത്തിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ മാക്സിമം ബ്യൂട്ടി ആസ്വദിച്ചിട്ട് എന്നിട്ട് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. ഈ വെള്ളത്തിൽ ഒരു കാര്യം ചെയ്യണം എന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട്. അതുകൂടെ ചെയ്യണം. അത് ഞാൻ ഇപ്പം എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ആ റീല് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവിടെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതെന്താണെന്നുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇവിടെ ചെയ്തിട്ട് മാക്സിമം ഇവിടുത്തെ ബ്യൂട്ടി ആസ്വദിച്ചിട്ട് വേണം പോവാൻ. അവിടെ വരുന്ന വഴി തന്നെ അടിപൊളിയാണ്. ആ വഴിയിൽ തന്നെ മാക്സിമം നമ്മൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചത് തന്നെ അവിടെ ഫുൾഫിൽ ആവും. കാരണം അത്രയും നല്ല വ്യൂ ഉള്ള, നമ്മൾക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ക്യാൻവാസ് പോലെ ഈ മലകൾ നിൽക്കുന്ന അത്രയും നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവിടെയും തന്നെ അതാണ്. മാഷാ അല്ലാ, അത്രയും ഭംഗി, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ സമയം എന്തായി? 4:28. വെയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റ്, ചെറിയൊരു കാറ്റുണ്ട്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട്. കാരണം ഇവിടെ നല്ലൊരു പ്രൊഫഷണൽ ക്യാമറ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട്, ഒരു പിന്നെ സേവ് ദി ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റില്ല. നമുക്കൊന്നിട്ട് സേവ് ദി ഡേറ്റ് എടുത്താലോ. നല്ല ഭംഗിയുള്ള ഏരിയ. അവിടെ പോയിട്ട് ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളത്. നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. അതേപോലെ അവിടെ ആ മരങ്ങൾ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. അതേ അവിടെ എല്ലാ ഏരിയയും ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രെയിം എന്ന് പറയൂലേ, ആ രീതിയിലാണുള്ളത്. അടിപൊളി, എല്ലാ ഫ്രെയിമും അടിപൊളി. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു ബ്രൈഡ് പോകുന്നു. ഞങ്ങളെ താഴേക്ക് പോയി നോക്കാണ്. അപ്പൊ അവിടെ ഒരു ബ്രൈഡ് ഫോട്ടോഷൂട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലോ ഒരു സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ടൊക്കെ, അങ്ങനെ ഒരു ബ്രൈഡ് വന്നിട്ടുണ്ട് ഫോട്ടോഷൂട്ടിന് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഏരിയയാണ്. കുറേ റീലുകളിൽ കണ്ടല്ലേ. ഞങ്ങള് അങ്ങോട്ട് പോവാണ് കേട്ടോ. കല്ലുകൾ ചൂട്ടി ഈ സെന്ററിലുള്ള ഈ വെള്ളം
ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാനില്ല, അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ. ഇപ്പൊ വരുന്ന വഴിയിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ക്രോസ് ചെയ്ത് പോണം. ക്രോസ് ചെയ്യാം. ഞങ്ങളിതിൻ്റെ പുഴ കടക്കാൻ പോകുന്നു. എന്നിട്ട് ആ സൈഡിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്നാണ് ഇപ്പം എൻ്റെ ഒരു പ്ലാൻ. അവിടെ സെന്ററിലില്ലേ മീന് നേരെ അങ്ങോട്ട് നല്ല വ്യൂ ആണ്. നാല് ഭാഗത്തും ഇവിടെ ഒരു സൈഡില് ഞാനിവിടെ ഇരിക്കുകയാണ്. എനിക്ക് നീന്താൻ അറിയൂല. വെള്ളം ഞാൻ ആദ്യമായിട്ട് ഒരു വെള്ളത്തിലിറങ്ങി. ഞങ്ങളെ ഏരിയ എന്നൊക്കെ പറഞ്ഞാല് വെള്ളം പോയിട്ട് കുളം കൂടി ഇല്ലാത്ത രീതിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നീന്താൻ അറിയില്ല. എനിക്ക് സിസ്റ്റേഴ്സിനൊക്കെ നീന്താൻ അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മാരേജിന് ശേഷം എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ ആക്കോട് പോയ സമയത്താണ്, അവിടുത്തെ പുഴയിലാണ് ഞാൻ ഫസ്റ്റായിട്ട് ഇറങ്ങണത്. അങ്ങനെ ഇറങ്ങിയ സമയത്ത് എനിക്ക് അതൊരു ഓളം ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ എനിക്ക് എന്താ പറയുക, ആകെ തലക്കൊക്കെ ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു ആ സമയത്ത്. രണ്ടാമത് പിന്നെ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് മൈസൂർ പോയ സമയത്ത് അവിടെ ഒരു റിസോർട്ടിൽ നിന്ന് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. അന്നാണ് പിന്നെ ആ ഒരു വെള്ളത്തിനോടുള്ള, നീന്താൻ പഠിച്ചിട്ടില്ല, പക്ഷെ എന്നാലും വെള്ളത്തിൽ ഇറങ്ങണതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് മാറിയത് അന്ന് ആ പൂളിൽ ഇറങ്ങിയതിന് ശേഷമാണ്. എന്താ പറയാ, പുഴയൊക്കെ നീന്തി കടന്നിട്ടുണ്ടെന്നല്ലേ അല്ലേ? ഏത് പുഴ നീന്തി കടന്നേ? ആക്കോട് പോയെ നീന്തി കടന്നത്, പുഴ നീന്തി കടന്നത് ഞാൻ കണ്ടിട്ടില്ലേ. പക്ഷെ നീന്തല കണ്ടിട്ടുണ്ട്. അതെ അതെ. ഞാൻ എന്താന്നോ എനിക്ക് വേണ്ട ആക്ടിവിറ്റി എന്ന് പറയണത്, ഈ കല്ലുകൾ ഇങ്ങനെ അടുക്കി ഞാൻ വെക്കൂലേ, ആദ്യം വലുത് വെക്കും, പിന്നെ അതിന്റെ ചെറുത്, പിന്നെ ലാസ്റ്റ് ഒരു ചെറുത് വെക്കും. അതിനെന്തോ ഒരു വിശ്വാസം ഉണ്ട് അതിന്റെ ബാക്കില്. അങ്ങനെ ചെയ്യണതിനെ പറ്റിയിട്ട് അത് ഒരു വിശ്വാസത്തിലുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അതെന്താന്നുള്ളത് എനിക്കറിയില്ല. കുറെ വീഡിയോസിലും റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യണത്. അപ്പം അതൊന്നും ഇവിടെ ചെയ്യാന് എനിക്കൊരാഗ്രഹമുണ്ട്. കഴിയുമെന്നുള്ള അറിയില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കല്ലിന്റെ മുകളിലായിട്ടും കൈ ചെയ്ത് നോക്കണം. അപ്പൊ ചെയ്ത് നോക്കിയാലോ. എനിക്കെന്താ പണി? ഞാൻ കല്ല് പെരുക്കാണ്. എന്തിന്? എന്റെ സാധനം ഉണ്ടാകാതെ. ഞാന് ഇതിന്റെ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റിയില്ലേ അത് ചെയ്യാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആഗ്രഹിച്ച എന്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ളതെന്ന് പറയൂലേ, അങ്ങനെ സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പ്രാവശ്യം നമ്മൾ പക്ഷെ ഫെയിൽ ആവാം. പക്ഷെ എന്താ ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്. വീട്ടിൽ എന്ത് ചെയ്യും? ചെറുതുണ്ടാകുന്നുണ്ട്, ഒരുപാട് വലുതുണ്ട്. ചെറുതാണ്.
ഫോറസ്റ്റിലൊക്കെ ട്രെക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നത്. ഒരു കുറച്ച് വലിയതൊക്കെ ഉണ്ട്. ഇതൂടെ ഒക്കെ my creation. ഇങ്ങനെയുണ്ട് ഗൈസ്, ഇതാണ് എന്റെ ക്രിയേഷൻ. എന്റെ ഒരു അപ്പൊ ഗൈസ്, this is my creation. Small fish. അപ്പോൾ എൻ്റെ ക്രിയേഷൻ മാത്രം അവിടെ ബാക്കിയായി. ഞങ്ങളിവിടെ വെള്ളൂടെ പോയിട്ട് അങ്ങനെ കഴിഞ്ഞു. പക്ഷെ എന്നാലും ഒരു വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന ഒരു സംഭവം ഫുൾഫിൽ ചെയ്ത ഹാപ്പിനെസ് ഉണ്ട്. ഞങ്ങളെ മുകളിലേക്ക് പോയി നോക്കാം. പിറകിലെ ഒരു ഫാമിലിയാണ് തോന്നുന്നു. ഒരു കുറ്റി കളിക്കൂല, കുറ്റി, അങ്ങനത്തെ ഒരു കളിയുണ്ട്, പണ്ടത്തെ കളി. ഒരവിടെ ആ ഒരു നൊസ്റ്റാൾജിക് വൈബ് ഇട്ടിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. നിലമ്പൂർക്കാർ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ നിലമ്പൂരിലൊരു ദിവസം ഞാൻ പാസ് ചെയ്ത സമയത്ത് ഒരു ഏരിയയിൽ ഒരു പോക്കറ്റ് റോഡ് കയറിയതാണ്. ഞങ്ങൾ പിന്നെ ഗൂഗിളിലിട്ട് അങ്ങനെ പോകും, ഇന്നത്തെ സ്ഥലമൊന്നുമില്ല. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സമയം കണ്ടതാണ് ഇതുപോലൊരു പുഴ ഒഴുകുണ്ട്. അതിൻ്റെ സൈഡിൽ മൊത്തം ഇങ്ങനത്തെ ഫുള്ള് ഇത്രയും വലിയ വലിയ ബബിള്, ചെറിയ ബബിള്, അങ്ങനത്തെ വലിയ കല്ലുകൾ, ഇങ്ങനത്തെ കല്ലുകൾ, ഉരുണ്ട കല്ലുകളില്ലേ, അങ്ങനത്തെ കല്ലുകളുള്ള ഒരു ഏരിയ കണ്ടിരുന്നു. അത് എവിടെയാണ് കറക്റ്റ്? എങ്ങനത്തെ കല്ല് വെച്ചാ കല്ല് കാണിച്ചു. ആ, നമ്മളിപ്പോ പാസ് ചെയ്തപ്പോ കണ്ടില്ലേ ഇങ്ങനത്തെ. എവിടെ? അവിടെ ചെയ്യാണ്. ഞങ്ങൾക്ക് അറിയൂല അല്ലേ, പക്ഷെ എന്നാലും ഞങ്ങൾ ചെയ്യും. എനിക്ക് തന്നെയല്ലേ പഠിക്കല്. കാരണം ഇവിടുന്ന് ഞങ്ങള് വീഡിയോഗ്രാഫേഴ്സ് അല്ല, വീഡിയോഗ്രാഫിങ്ങിൽ ഒരു എക്സ്പേർട്ടും അല്ല. സാധാ ഫോണിൽ വീഡിയോ എടുക്കാൻ അതിലൊന്നും എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും ഞങ്ങൾ എടുക്കും. അതാണ് നമ്മുടെ പോളിസി അല്ലേ.
ഞങ്ങൾക്ക് പോവാൻ സമയമായി. അവിടുന്ന് ഒരു സെക്യൂരിറ്റീസ് വിസിലടിച്ചിട്ടുണ്ട്. നല്ലൊരു സായാഹ്നം സമ്മാനിച്ച കരിയത്തുംപാറയ്ക്ക് 1000 താങ്ക് യു എന്ന് പറയാണ്. വൈബ് സ്ഥലം എന്ന് പറഞ്ഞാല് അടിപൊളി, നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ്, എന്താ പറയാ, നല്ല വ്യൂ. എങ്ങനെയാ വെച്ചാല് നാല് ഭാഗത്തേക്കും വ്യൂ ഉള്ള അങ്ങനെയുള്ള സ്ഥലമാണ്. സോ ഞങ്ങള് കരിയത്തുംപാറയോട് ടാറ്റ ബൈ ബൈ പറയാണ്. ഇനി മേ ബി ഫാമിലിന്റെ കൂടെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇതിനവിടുന്ന് അയക്കൽ പോലും അങ്ങനെ ഞങ്ങൾ പോവാണ് കരിയത്തുംപാറയെന്ന് പോവാണ്. കാഴ്ചകൾ നല്ലതാണ്, ഇനിയും ഞങ്ങൾ വരുമല്ലോ, ഒന്നും കൂടെ വരണല്ലോ, ഫാമിലിന്റെ ഒപ്പം വരണല്ലോ. നല്ലൊരു വൈബ് സ്ഥലാണ്, എല്ലാരും ഇങ്ങോട്ട് പോരിട്ടോ. എല്ലാരും ഉണ്ടെങ്കിൽ ഓടി ചാടി നടക്കാം. അയ്യോ പോയി. ഇവിടേക്ക് വരാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയണത് ഒരു 2:30-3 മണി ടു ഇവിടെ ക്ലോസിംഗ് ടൈം വരെ. വൈകുന്നേരം ഒരു 4 മണിന്റെ ശേഷമാണ് നല്ല വെയിലില്ലാതെ നല്ലത്. വൈകുന്നേരം 4 മണിന്റെ ശേഷം കേട്ടോ. ശരിയാ, മറ്റേതൊരു വെയിലിന്റെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 6 മണിയായപ്പോ വീട്ട പറയുകയാണ്. എല്ലാവരും പോവാണ്, ഞങ്ങളും പോവാണ്. അതെ, അപ്പോ ഇനി പുതിയൊരു സ്ഥലത്ത് പുതിയ കുറച്ച് വ്യൂസും പുതിയ കുറച്ച് സംസാരങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണും വരേക്കും വണക്കം.